നോവോറോസിക്സ് റഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പോർട്ടാണ്. അവിടെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ എണ്ണ കയറ്റുമതിയെ അടക്കം ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഉക്രൈൻ ആ പോർട്ട് അങ്ങ് ആക്രമിച്ചു. എണ്ണയുടെ സപ്ലൈ കുറഞ്ഞു, എണ്ണവില ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതും ഡ്രോൺ ആക്രമണമാണ്. ഉക്രൈൻ സ്വാഭാവികമായി എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോണുകൾ വെച്ചിട്ടുള്ള ആക്രമണമാണ് കൂടുതലും നടത്തുന്നത്. ഒരുപക്ഷെ അതിന്റെ ഒരു സൗകര്യം കൊണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഡ്രോൺ തന്നെ സൗകര്യം എന്ന് പറയുമ്പോഴും ഈ നമ്മൾ കാണുന്ന ഡ്രോൺ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡ്രോണാണ്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ഇത്രയും ചെറിയൊരു കാര്യം വെച്ചിട്ട് ഈ ബോംബുകളൊക്കെ എങ്ങനെ കൊണ്ടുവന്നിടും, എങ്ങനെയാണ് ഇവർ ഇത് ഇത്രത്തോളം ആക്രമിക്കുന്നത്? ഒരു പോർട്ട് ആക്രമിച്ച് നിലംപരിശാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പൊ അതെങ്ങനെ ഒരു ഡ്രോൺ വെച്ച് മാത്രം കഴിയും എന്നുള്ളതാണ്. ഈ ഏത് തരത്തിലുള്ള ഡ്രോൺ ആണ് ഇതിന് ഉപയോഗിച്ചത്? എന്താണ് അവിടെ സംഭവിച്ചത്? പുതുതായി ചോദിക്കുന്നത് ഈ ചോദ്യം നമ്മളെല്ലാവരും മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. ഡ്രോൺ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ചിത്രങ്ങളിലോ അല്ലെങ്കിൽ വീഡിയോകളിലൊക്കെ കാണാൻ കഴിയുന്നത് വളരെ ചെറിയ ഒരു വസ്തു, വളരെ ചെറുത്. മാക്സിമം ഈ ഡെലിവറിക്കൊക്കെ വേണ്ടിയിട്ട് ചില കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോണുകളുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ അത് വന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്തരം ഡ്രോണുകൾ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് ഭാരം കൊണ്ടുപോകാൻ കഴിയുന്ന 2, 5, 10 കിലോ വരെയൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന ഡ്രോണുകളാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഡ്രോണുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന കല്യാണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോൺസ് ഒക്കെ എന്ന് പറയുന്ന ഹെലിക്യാം ഒക്കെ പോലുള്ള ഷൂട്ടിംഗ് ആവശ്യത്തിന് വേണ്ടി ക്യാമറ എല്ലാം വെച്ചിട്ടുള്ള സിനിമകൾക്കൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഡ്രോണുകളുണ്ട്. അതിൻ്റെ വലിപ്പം എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു ഇത്രയും വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. അതിനും മിനിമം ഇത്ര ശേഷിയുള്ള എന്നുണ്ട്. ഇവിടെ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോണുകളെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഈ ഡ്രോണുകളിൽ ഈ ഉക്രൈൻ്റെ വലിയ യുദ്ധതന്ത്രങ്ങളിൽ ഒന്നാണ് ഈ ഡ്രോൺ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. അവരിപ്പം ഈ അവരുടെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ നമ്മൾ കേട്ട ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിലൂടെ അവർ റഷ്യയുടെ മണ്ണിലേക്ക് മറ്റു ചില പേരുകളിൽ ഡ്രോണുകൾ അസംബിൾ ചെയ്യാതെ ഡ്രോണുകൾ കൊണ്ടുപോയിട്ട് അവരുടെ ചില കേന്ദ്രങ്ങൾ വെച്ച് അസംബിൾ ചെയ്തിട്ട് അതിനെ വിദൂര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് അതിനെ എയർപോർട്ടുകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആക്രമിക്കുകയായിരുന്നു. അത് നമ്മൾ കേട്ടാൽ അങ്ങനെയാണ് ലോകം അത്ഭുതപ്പെട്ടു പോയത്. എങ്ങനെ സാധിച്ചു ഉക്രൈന് എന്ന് പറയുന്നത്? റഷ്യ പോലുള്ള ഒരു രാജ്യത്ത് അകത്ത് കയറി ആക്രമിക്കാൻ പറ്റിയെന്നുള്ളതാണ്. മറ്റു പല രാജ്യങ്ങളിലൊക്കെ ഇത്തരം ആക്രമണങ്ങളൊക്കെ തുറന്ന് നടത്തുന്നത് നമ്മൾ ഈ വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ ഡ്രോൺ എന്ന് ഒന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 4-5 തരത്തിലുള്ള വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകളല്ലാതെ ആക്രമണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോണുകളെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനകത്ത് ഒന്ന് ഈ കൊമേഴ്സ്യൽ സ്മോൾ കൊമേഴ്സ്യൽ ആൻഡ് അറ്റാക്ക് ഡ്രോൺസ് ആണ്. DIY എന്ന് പറയും. DIY അറ്റാക്ക് ഡ്രോൺസ് എന്ന് അതിനെ വിളിക്കുക. അതിന് 1 കിലോ മുതൽ 10 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനുള്ള ശേഷിയാണുള്ളത്. അതെന്ന് വെച്ചാൽ ചെറിയ ഗ്രാനേഡുകൾ, കൈകൊണ്ട് നിർമ്മിച്ച സ്ഫോടക വസ്തുക്കൾ, ചെറിയ മോട്ടോർ ഷെല്ലുകളൊക്കെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ചെറിയ ആക്രമണങ്ങളാണ് അവർ നടത്തുക. അപ്പോൾ അവരെങ്ങനെയാണ് എങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കെട്ടിടങ്ങൾ, വാഹനങ്ങൾ സോഫ്റ്റായിട്ടുള്ള ടാർഗറ്റുകളാണ്. അകത്തേക്കൊക്കെ കയറി ചെന്നിട്ട് ഉള്ളിലേക്കൊക്കെ റൂമുകളിലൊക്കെ കയറി ചെന്നിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്യേണ്ട ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ടാർഗറ്റ്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ കൊമേഴ്സ്യൽ ചെറിയ ഡ്രോണുകളാണ് ഒന്നാമത്തെ ഇനത്തിൽപ്പെട്ടത്. രണ്ടാമത്തേത് തന്ത്രപ്രധാനമായ സായുധ ഡ്രോണുകളാണ്. ടാക്ടിക്കൽ ആംഡ് ഡ്രോൺസ് എന്ന് പറയും. അത് വളരെ തന്ത്രപ്രധാനമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. 50 കിലോ മുതൽ 200 കിലോഗ്രാം വരെ അവയ്ക്ക് വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഇപ്പം ഈ ആയുധങ്ങൾ, ഇതിൽ വഹിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് ഗൈഡഡ് ബോംബുകളാണ്. ഗൈഡഡ് ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഒരു റിമോട്ട് കൺട്രോളിൽ ഒരു സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് ഗൈഡ് ചെയ്യാവുന്ന ബോംബുകൾ. അങ്ങനത്തെ ബോംബാണ് റഷ്യയുടെ മണ്ണിലേക്ക് പിന്നെ ഡ്രോണിൽ ഘടിപ്പിച്ച് പോയി സ്ഫോടനം നടത്തിയത് തുടക്കത്തിലെ ഉക്രൈൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഗൈഡഡ് ബോംബുകൾ, ലേസർ ഗൈഡഡ് മിസൈലുകൾ, ലേസർ ഗൈഡഡ് ആയിട്ടുള്ള മിസൈലുകൾ, ചെറിയ കൃത്യതയുള്ള മറ്റു യുദ്ധോപകരണങ്ങൾ, ചെറിയ വലിപ്പം കുറഞ്ഞതുമായിട്ടുള്ള ഈ ഒരു 200 കിലോഗ്രാം വരെ തൂക്കമുള്ളതായിരിക്കും. അപ്പോൾ ഇവ ലക്ഷ്യമിടുന്നത് ആരെയൊക്കെയാണ്? കവചിത വാഹനങ്ങളുണ്ടാവും. പിന്നെ ഇത്തരത്തിലുള്ള ഈ നീക്കങ്ങളൊക്കെ നടത്തുന്ന പ്ലാറ്റൂൺസ് ഒക്കെ ഉണ്ടല്ലോ, അവർ കവചിത എന്താണ് ഇതിന് പറയുന്നത്, ഈ നമ്മളെ ടാങ്കറുകളൊക്കെ, ഇത്തരത്തിലുള്ള കവേർഡ് ആയിട്ടുള്ള ടാങ്കറുകളൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. മൂന്നാമത്തേത് യുദ്ധ ഡ്രോണുകളാണ്. അത് മീഡിയം ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ്
എൻഡുറൻസ് ആണ്, യുദ്ധ ഡ്രോണുകളാണിവ. അവയുടെ ശേഷി എന്ന് പറയുന്നത് 200 കിലോഗ്രാം മുതൽ 1700 കിലോഗ്രാം വരെ വഹിക്കാനുള്ള ശേഷിയുണ്ട് അവർക്ക്. അപ്പോൾ ഇവർ പിന്നെ ഹെൽഫയർ മിസൈലുകളുണ്ട്, GBU-12 പാവ്വേ ബോംബുകൾ, അതല്ല ആ ബോംബുകളുടെ സംഹാരശേഷിയുള്ള ബോംബുകളാണ്. ഗ്ലൈഡ് ബോംബുകളുണ്ട്. ഈ ഗ്ലൈഡ് ബോംബാണ് ഇപ്പോൾ റഷ്യ 1,20,000 ബോംബുകളാണ് ഇപ്പോൾ റഷ്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഉക്രൈനെ ആക്രമിക്കാനായി. ഉക്രൈൻ ഒക്ടോപ്പസ് ഇനത്തിൽപ്പെട്ട പുതിയ ഡ്രോണുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക തദ്ദേശീയമായിട്ട്. അത് നാറ്റോയുടെയും അമേരിക്കയുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ്, മറ്റു രാജ്യങ്ങളിലൊക്കെ സഹായത്തോടു ഉക്രൈൻ സ്വയം വികസിപ്പിക്കുന്ന ഈ പറയുന്ന ഡ്രോണുകളുണ്ട്. ആ ഡ്രോണുകളും ഈ ഇത്തരത്തിലുള്ള ഗ്ലൈഡ് ബോംബുകളാണ് ഈ ഡ്രോണുകൾ വഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിലധികം തവണ ആക്രമണ ശേഷിയുണ്ട്. ഒരു തവണയല്ല പല തവണ ആക്രമിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. കൂടുതൽ ദൂരപരിധിയിലുള്ള ഓപ്പറേഷനുകൾക്കും ഡീപ്പ് സ്ട്രൈക്ക് ഓപ്പറേഷൻസ് ഉണ്ടാവും. അത് ഒരുപാട് താഴേക്കൊക്കെ ഇറങ്ങിയിട്ടുള്ള ഉയരത്തിൽ നിന്നുകൊണ്ട് ഓപ്പറേഷൻസ് ഉണ്ടാവും. അതിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. MQ-9 റീപ്പറാണ് നിലവിൽ ലോകത്ത് പൊതുവായി അറിയപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വഹിക്കുന്ന ഓപ്പറേഷണൽ ഡ്രോൺ എന്ന് പറയുന്നത്. MQ-9 റീപ്പർ എന്ന ഡ്രോണാണ്. ഈ ഡ്രോണിൽ വെച്ചുകൊണ്ടാണ് ഈ ഗ്ലൈഡ് ബോംബുകൾ റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ ആക്രമിക്കാൻ 1,20,000 ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ പദ്ധതിയിടുന്നത്. അത് ഈ പറയുന്ന വിമാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഈ ഡ്രോണുകളിൽ നിന്നും അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് ഈ ഡ്രോണുകൾക്ക്. നാലാമത്തേത് ഹെവി അറ്റാക്ക് ഡ്രോണുകളാണ്. അതിന് 2000 മുതൽ 4500 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയും. ഫൈറ്റർ ജെറ്റിന് സമാനമായ പറക്കാൻ കഴിവുണ്ട് ഇവർക്ക്. ഒരു ഫൈറ്റർ ജെറ്റ് പറക്കുന്ന അതേ സ്പീഡിൽ അതിന് സമാനമായിട്ടും ആ ഡ്രോണിന് പറക്കാൻ കഴിയും. നമ്മൾ നോക്കി നിൽക്കുന്നതിന് മുമ്പ് ഡ്രോൺ പോയിട്ടുണ്ടാവും, അത്ര സ്പീഡ് ഉണ്ടാവും. അപ്പോൾ അത്ര ശേഷിയുള്ളവയ്ക്ക് വലിയ ഗൈഡഡ് ബോംബുകൾ, ദൂരെ നിന്നുകൊണ്ട് വിദൂരത്തു നിന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സംഹാരശേഷിയുള്ള ഗൈഡഡ് ബോംബുകൾ, കപ്പൽ വിരുദ്ധ മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകളൊക്കെ വിന്യസിക്കാൻ പറ്റും. വലിയ ക്രൂയിസ് മിസൈലൊക്കെ, അതായത് ഒരു റോക്കറ്റ് ലോഞ്ചർ പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ഹെവി അറ്റാക്ക് ഡ്രോണുകൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന അഞ്ചാമത്തെ ഡ്രോണിൻ്റെ കാര്യത്തിലേക്ക് പോകാം. കമിക്കേസ് ലോയിറ്ററിംഗ് മ്യൂണിഷൻ ഡ്രോണുകൾ എന്ന് പറയും. അതിന് 20 കിലോഗ്രാം മുതൽ 50 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഇൻ്റഗ്രേറ്റഡ് വാർഹെഡ്, അതായത് ഒരു ഡ്രോൺ തന്നെ ബോംബാണ്. ഇതാണ് ഈ ആയുധങ്ങൾ. ഇത് ആയുധങ്ങൾ വഹിക്കുകയല്ല, മറിച്ച് ലക്ഷ്യത്തിൽ സ്വയം ഇടിച്ചു കയറുകയാണ്. ഒരു ആത്മഹത്യാ സ്ക്വാഡ് പോലെ, അവർ ചാവേർ പോലെ പ്രവർത്തിക്കുന്ന ഡ്രോണുകളാണ്. ഇത്തരം ഡ്രോണുകളാണ് നമ്മൾ തന്ത്രപ്രധാനമായ മറ്റു പല സ്ഥലങ്ങളിലും വന്ന് ഇത് ആക്രമണം നടത്തി സ്വയം നശിപ്പിക്കുന്നത്. അത് നശിച്ചുപോവും, അത് സ്വയം നശിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സാധനങ്ങൾ, ആയുധങ്ങളൊക്കെയാണ് നമ്മളെ ഇന്ത്യ പാക് യുദ്ധത്തിലൊക്കെ ചൈനയുടേത് എന്ന് കരുതുന്നത് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്, എവിടെ നിർമ്മിച്ചു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യയുടെ തന്ത്രപ്രധാനമായ ഈ നോവോറോസിക്സ് തുറമുഖം ആക്രമിച്ചത്. ഈ നോവോറോസിക്സ് തുറമുഖം എന്ന് പറയുന്നത് കരിങ്കടലിൻ്റെ റഷ്യയുടെ കവാടമാണ്. കരിങ്കടൽ തീരത്തുള്ള റഷ്യയുടെ കവാടം എന്ന് പറയാവുന്ന ഒന്നാണിത്. അവിടെ എണ്ണ കയറ്റുമതിയാണ് ഏറ്റവും കൂടുതലുള്ള. അവിടെ എണ്ണ മാത്രമൊന്നുമില്ല കേട്ടോ, അവിടെ ധാന്യങ്ങൾ, മറ്റ് വുഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ലോഹങ്ങളുടെ കയറ്റുമതി, അങ്ങനെ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട ഒരു ഗതാഗത കേന്ദ്രം കൂടിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, റഷ്യയുടെ മധ്യേഷ്യൻ സഖ്യകക്ഷിയായിട്ടുള്ള കസാഖിസ്ഥാൻ, ആ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഉൾപ്പെടുന്ന ചരക്കുകൾ യൂറോപ്പിലേക്കും മറ്റ് ആഗോള വിപണിയിലേക്കും പോകുന്ന സ്ഥലം കൂടിയാണിത്, ഒരു കവാടം കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് എണ്ണ വന്ന് സ്റ്റോക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് അത് പ്രോസസ്സ് ചെയ്തൊക്കെ പോവുക. സൈനികപരമായിട്ട് വലിയ പ്രാധാന്യമുണ്ട്, ഒരു വാണിജ്യ മേഖലയാണ്. അങ്ങനെ റഷ്യയുടെ കരിങ്കടൽ കപ്പൽ വ്യൂഹം, ബ്ലാക്ക് സീ ഫ്ലീറ്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ നോവോറോസിക്സിനെയാണ് ഇവർ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അതിനകത്ത് ഷഷ്കരിസ് ഓയിൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഓയിൽ കോംപ്ലക്സ് അവിടെയുണ്ട്. അതുമാത്രമല്ല, കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യം, CPC എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ പൈപ്പ് ലൈൻ ശൃംഖലകളൊന്നാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഈ തുറമുഖത്തിന് തൊട്ടടുത്താണ്. അപ്പോൾ ഇത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തേക്കാണ് ഈ കയറ്റുമതി തടയാനാണ് പ്രതിദിന ശേഷി 2.2 ദശലക്ഷം ബാരൽ എണ്ണ വരെ കയറ്റി വന്ന സ്ഥലമായത്. അപ്പോൾ ആഗോള എണ്ണ വിതരണത്തിൻ്റെ നിർണായകമായ കേന്ദ്രം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം പരിപൂർണമായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്ന കമ്പനി നിർത്തിവെച്ചു. അപ്പോൾ ഈ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് 2% വരെ എണ്ണ നീക്കം തടസ്സപ്പെടുത്താൻ ഈ
ആക്രമണം കൊണ്ട് കഴിഞ്ഞു അവർക്കെന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ലോകത്ത് 2% വരെ വില വർദ്ധിക്കാൻ ഇത് കാരണമായി. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന ഈ എണ്ണമറ്റ ഈ ആക്രമണങ്ങൾ, ഇത് കുറേ കാലമായി ഇവർ ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു തുറമുഖം മാത്രമായിട്ട് ഉക്രൈൻ ആക്രമിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഓയിൽ കോംപ്ലക്സുകൾ മാത്രമല്ല, ഈ ഓയിൽ കൺസോർഷ്യം മാത്രമല്ല, ഇതിലവിടെ ഈ ബർത്തുകൾ മാത്രമല്ല, ആ തുറമുഖം മാത്രമല്ല അവരുടെ ലക്ഷ്യം. റഷ്യയുടെ ലോകത്തിലേക്കുള്ള എണ്ണ കയറ്റുമതിയുടെ തന്ത്രപ്രധാനമായ ഈ കേന്ദ്രം തടയുന്നതിലൂടെ, എണ്ണ വിതരണം തടയുന്നതിലൂടെ റഷ്യക്ക് യുദ്ധാവശ്യങ്ങൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ഈ വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന പണത്തിൻ്റെ സോഴ്സിനെ തടയുക എന്നതാണ്. അപ്പോൾ അതൊരു സമ്മർദ്ദ തന്ത്രവും കൂടിയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള നോവോറോസിസ്ക് തുറമുഖത്തിൻ്റെ ആക്രമണം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഉക്രൈൻ അതിൽ വിജയിച്ചാണ് നിൽക്കുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉക്രൈന് വരുത്താൻ കഴിഞ്ഞുവെങ്കിലും ആത്യന്തികമായിട്ട് റഷ്യയുടെ സംഹാര താണ്ഡവത്തിൽ ഇപ്പം വലിയ ബോംബുകളൊക്കെ 1,20,000 ബോംബുകളൊക്കെ നിർമ്മിക്കുമെന്ന് പറയുമ്പം റഷ്യ വലിയ കാര്യമായിട്ട് തന്നെ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. എങ്ങനെയായാലും ഇതിന് മുന്നിൽ ഉക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? എത്രയൊക്കെ ഡ്രോണുകൾ ഉണ്ടെങ്കിലും റഷ്യയുടെ അടുത്തുള്ള ആയുധങ്ങൾ ലോകത്ത് മറ്റൊരു രാജ്യത്തിൻ്റെയും കയ്യിലില്ല. അവർ അനുദിനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുക പുതിയ പുതിയ ആയുധങ്ങൾ. അതിനൊക്കെ മുന്നിൽ വലിയ ക്രൂയിസ് മിസൈലുകൾക്കൊക്കെ മുന്നിൽ ഈ ഡ്രോണുകളൊക്കെ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഡ്രോണുകളെക്കുറിച്ച് പുതിയ കുറേ വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു വാർത്ത വന്നപ്പോൾ ലഭിച്ചത്. നമ്മളിനി ഡ്രോണുകളൊക്കെ കാണുമ്പോൾ ഈ ഇതൊന്നും സാധാരണ ഡ്രോണുകളല്ല. തരത്തിലുള്ള ഡ്രോണുകൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് അതെ, ഡ്രോണുകൾ നത്തോലി ചെറിയ മീനല്ല എന്ന് പറഞ്ഞ പോലെ ഡ്രോണുകളൊന്നും ചെറിയൊരു വസ്തു മാത്രമല്ല. പ്രേക്ഷകരും വിചാരിക്കട്ടെ, കാരണം അവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഡ്രോണുകൾ എന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.